ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സും നട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ലഡു ആണ്. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ഈന്തപ്പഴം, 1/4 കട്ടോരി കടല, 1/4 കട്ടോരി കാഷ്യൂനട്ട്, 1/4 കട്ടോരി ബദാം, പിന്നെ 6 ഏലക്ക. നമുക്ക് ആദ്യം ഈന്തപ്പഴത്തിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കാഷ്യൂനട്ട് പൊടിച്ചെടുക്കാം. കാഷ്യൂനട്ട് പൗഡർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബദാം പൊടിച്ചെടുക്കാം. ബദാമും പൊടിച്ചെടുത്തു. ഇനി നമുക്ക് കടല പൊടിച്ചെടുക്കാം. കടലയുടെ സ്കിന്ന് കുറച്ചൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ കടലയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏലക്കയാണ് പൊടിക്കേണ്ടത്. ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2-3 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ കൂടെ ഏലക്ക പൊടിച്ചെടുക്കാം. ഡേറ്റ്സ് കുതിർത്ത വെള്ളം കളഞ്ഞിട്ട് ഡേറ്റ്സിൻ്റെ കുരു ഓരോന്നായിട്ട് കളഞ്ഞെടുക്കാം. ഡേറ്റ്സ് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫൈൻ പേസ്റ്റ് വേണ്ട, അതുകൊണ്ട് കുറച്ച് അരച്ചെടുത്തു. ഇനി നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനു വേണ്ടി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നമുക്ക് ബദാം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് കടല പൊടിച്ചതും കാഷ്യൂനട്ട് പൗഡറും ഒക്കെ ഇടാം. അതുപോലെ തന്നെ പഞ്ചസാര, ഏലക്ക പൊടി ഇതിലേക്ക് ഇടാം. ഇതെല്ലാം കൂടി ഒരു 3-4 മിനിറ്റ് വറുക്കണം. ഇനി ഇതിലേക്ക് ഡേറ്റ്സ് അരച്ചതും കൂടി ചേർക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് നന്നായി ഇളക്കിയെടുക്കാം. ഇനി സ്റ്റൗ ഓഫാക്കി കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതിന് ഒരു ഇളം ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായി കുഴച്ചിട്ട് ഉരുട്ടി എടുക്കാം. അങ്ങനെ ലഡു റെഡി ആയിട്ടുണ്ട്. ഡേറ്റ്സും നട്ട്സും ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടമായി കഴിച്ചോളൂ. അതുപോലെ തന്നെ ഹെൽത്തി തിങ്സ് കൊണ്ടുള്ളതായതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്കൂൾ ബ്രേക്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ലഡു 1-2 എണ്ണം കൊടുത്തു വിടാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്